ഹലോ നമസ്കാരം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. റവ സേമിയ കിച്ചടി. ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 1.5 കപ്പ് റവ, 1/2 കപ്പ് സേമിയ. വെജിറ്റബിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1 സവാള ചെറുതായി അരിഞ്ഞത്, 4-5 ബീൻസ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഗ്രീൻ പീസ്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ തക്കാളി. നമ്മളെടുത്ത സേമിയയും റവയും റോസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് ആദ്യം സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. പിന്നെ റവയും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. അതേ കടായിയിൽ 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായാൽ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നീട് അതിലേക്ക് കറിവേപ്പില, അരിഞ്ഞു വെച്ച പച്ചമുളക്, അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റുക. ഉള്ളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച ബീൻസും അരിഞ്ഞു വെച്ച ക്യാരറ്റും ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഗ്രീൻ പീസും തക്കാളിയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ പാകത്തിനും ഉപ്പിട്ട് നന്നായി ഇളക്കി ഒന്ന് വേവിക്കാൻ വയ്ക്കുക. ഈ പച്ചക്കറികൾ ഒന്ന് വെന്തതിന് ശേഷം ആദ്യം വറുത്ത് വെച്ച സേമിയ ആഡ് ചെയ്യുക. സേമിയ ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത റവ കുറേശ്ശെയായി ഇട്ട് കട്ട കെട്ടാതെ ഇളക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക.
നമ്മളുടെ റവ സേമിയ കിച്ചടി ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഗീയും ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് റെഡിയായതിന് ശേഷം ചട്നിയോ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്.